ഉണ്ണി പോലെ ഉണ്ണി യേശുവിനെ അറിയാൻ ഇടയായ സാഹചര്യം എന്ന് പറയാം. ഞാൻ എൻ്റെ യേശുവിനെ അറിയാൻ ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസ് മുഖേനയാണ്. കുഞ്ഞിലെ മുതൽ എൻ്റെ അമ്മയ്ക്കൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. ഹൃദയത്തിൻ്റെ വാൽവ് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മരണം വരെയും അതിനുവേണ്ടിയുള്ള മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കല്യാണപ്രായം വരെ അമ്മ ഇങ്ങനെ അതിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് എന്നും എടുക്കും. അപ്പോൾ അമ്മയ്ക്ക് അതിനുവേണ്ടി ഭയങ്കര സങ്കടമാണ്. കാരണം ഓരോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതുപോലെ വേദന അമ്മ സഹിക്കുന്നത്. അപ്പം അത് നിർത്തിക്കോട്ടെ എന്ന് ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എന്ന് നിർത്തുന്നോ അന്ന് തളർന്നു പോകും, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം കാര്യം പറഞ്ഞു, അതുകൊണ്ട് നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് അത് കേട്ട് ഭയങ്കര വിഷമായി. പിന്നെ ഒരു ദിവസം അമ്മ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടി വി വെച്ചപ്പം അതിനകത്ത് ഒരു ദേവദാസൻ പറയുക, രോഗം കർത്താവ് സൗഖ്യമാക്കും, കർത്താവ് നിനക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നത്, അപ്പം ഈ കർത്താവിൻ്റെ അടുപ്പിനാൽ നിനക്ക് സൗഖ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതുവരെ അമ്മ ഓർത്തുകൊണ്ടിരുന്നത് രോഗം ലഭിക്കുന്ന എന്നത് ദൈവം സ്നേഹിക്കുന്നതോട് തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതാണ് അമ്മ ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷേ അമ്മ പറഞ്ഞു, എങ്കിൽ കർത്താവെ നീ രോഗം തരുന്നില്ലെങ്കിൽ നിൻ്റെ അടുപ്പിനാൽ സൗഖ്യമാവുമെങ്കിൽ യേശു ഇന്ന് നീ എന്നെ സൗഖ്യമാക്കണം എന്ന് അമ്മ വിളിച്ച് പറഞ്ഞു. പിന്നെ അമ്മ മരുന്നോ ഒരു മെഡിസിൻസോ എടുത്തില്ല, അന്ന് തന്നെ നിർത്തി. പിന്നെ മാസങ്ങൾ കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ ചെന്നു. ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഡോക്ടർ, ഞാൻ മെഡിസിൻ ഒന്നും എടുത്തിരുന്നില്ല, നിർത്തി എന്ന് പറഞ്ഞ സമയത്ത് ഡോക്ടറിനും അതിശയമായി. കാരണം ബാക്കി കോംപ്ലിക്കേഷൻസ് എല്ലാം ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ടും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, സാധാ രീതിയിൽ തന്നെ. എന്നിട്ട് ഡോക്ടർ ബാക്കി പരിശോധനകളൊക്കെ നടത്തി പെർഫെക്റ്റ്ലി ഓക്കെ, ഒരു പ്രശ്നമില്ല. കർത്താവ് ആ നിമിഷം എൻ്റെ അമ്മേനെ സൗഖ്യമാക്കി. അതുപോലെ തന്നെ എൻ്റെ പപ്പായുടെ ജീവിതത്തിലാണെങ്കിലും കുടുംബം എന്ന് പറഞ്ഞാൽ ശാപക്കെട്ടി കിടന്ന പോലെ. കാരണം അവരുടെ എല്ലാ ആണുങ്ങളും ചെറു പ്രായത്തിൽ തന്നെ മരിച്ചു പോവുക. എൻ്റെ പപ്പായ്ക്കാണെങ്കിൽ തന്നെ പല ആക്സിഡൻസും ഉണ്ടായി. പക്ഷെ അവിടെ നിന്നെല്ലാം കർത്താവ് പൂർണ്ണമായും രക്ഷിച്ചു, വിടുവിച്ചു. ഇന്നും എൻ്റെ അപ്പനും അമ്മയും ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വാഴുന്നതുകൊണ്ട് തന്നെയാണ്. ഞാൻ എൻ്റെ യേശു വിശ്വസിക്കുന്നത് എൻ്റെ പപ്പായും അമ്മയും പറഞ്ഞിട്ട് മാത്രമല്ല, ഞാനും എൻ്റെ കർത്താവിനെ രുചിച്ചറിഞ്ഞു. അവൻ നല്ലൊരു സ്നേഹവാനാണ്. ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്ന നല്ലൊരു അപ്പൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് എനിക്ക് കിട്ടി. കാരണം ഞങ്ങൾക്ക് എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിലാണെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസത്തിലായിക്കോട്ടെ, എൻ്റെ ജോലിയിലായിക്കോട്ടെ, എല്ലാ മേഖലകളിലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഞാൻ പറയാം, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യും. എന്ത് പ്രതിസന്ധിയാണെങ്കിലും യേശു കൂടെയുണ്ട്. യേശുവിനോടൊരു വാക്ക് പറഞ്ഞു, കർത്താവ് എൻ്റെ കൂടെ ഒന്ന് വരണേന്ന് പറഞ്ഞാൽ മതി. ഇന്ന് നിങ്ങളുടെ മധ്യേ കർത്താവ് ഇറങ്ങി നിൽക്കും. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെയുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സ്നേഹിക്കും. കർത്താവ് അനുഗ്രഹിക്കും.